എന്തായാലും വിശേഷം എല്ലാവരും ഹാപ്പി അല്ലേ? അപ്പോൾ നമ്മൾ 4th യൂണിറ്റിലോട്ടാണ് ഇന്ന് കിടക്കാൻ പോകുന്നത്. എന്താണ് 4th യൂണിറ്റിൽ പറയാൻ പോകുന്നത്? നമ്മളെല്ലാവരും ഫീലിങ്സ് ഉള്ള മനുഷ്യരാണല്ലേ. സന്തോഷം, ദുഃഖം, കോപം, പേടി, ലജ്ജ, സ്നേഹം, ഇതൊക്കെ നമ്മൾ ദിവസവും അനുഭവിക്കുന്നതാണ്. ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് എന്താണ് പറയുന്നത്? ഇമോഷണൽ ഇൻ്റലിജൻസ് നമുക്കറിയാം, ഇത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ആ ഒരു കഴിവിനാണ്, സ്കില്ലിനാണ് അല്ലേ. നമ്മുടെ വികാരങ്ങളെ തിരിച്ചറിയാനും മനസ്സിലാക്കാനും നിയന്ത്രിക്കാനും ശരിയായ രീതിയിൽ ഉപയോഗിക്കാനുള്ള ഒരു കഴിവിനെയാണ് നമ്മൾ ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. അപ്പോൾ റെക്കഗ്നൈസിങ്, അണ്ടർസ്റ്റാൻഡിങ്, റെഗുലേറ്റിംഗ് ആൻഡ് യൂസിങ് ഇമോഷൻസ് എഫക്റ്റീവ്ലി. ഈ കഴിവുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ തന്നെ കൺട്രോൾ ചെയ്യാം, മറ്റുള്ളവരോട് നല്ല ബന്ധം പുലർത്താം, ജീവിതത്തിലും ജോലിയിലും കൂടുതൽ നമുക്ക് വിജയിക്കാം അല്ലേ. അപ്പോൾ വൈ ഇമോഷണൽ ഇൻ്റലിജൻസ് ഇമ്പോർട്ടൻ്റ് എന്ന് ചോദിച്ചാൽ എന്ത് പറയും? നമുക്ക് ബുദ്ധിയുണ്ടെങ്കിൽ മാത്രം മതി ആണോ? അല്ല. ടോപ്പ് റാങ്ക് കിട്ടിയവരെല്ലാം ലൈഫിൽ ഹാപ്പിയാണോ? അല്ല. കാരണം എന്താ? ഐക്യു മാത്രം മതിയില്ല, ഈ ഇമോഷണൽ ഇൻ്റലിജൻസും കൂടി വേണം. ഇതൊക്കെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞതാണ്. സക്സസ് ഡിപ്പെൻഡ് നോട്ട് ഓൺലി ഓൺ ഐക്യു ബട്ട് ഓൾസോ ഓൺ ഇമോഷണൽ ഇൻ്റലിജൻസ് എന്നാണ്. ഇമോഷണൽ ഇൻ്റലിജൻസ് നമ്മളെ പഠിപ്പിക്കുന്നത് എങ്ങനെ കോപം കയ്യിലെടുക്കണം, എങ്ങനെ ദുഃഖത്തിൽ നിന്ന് പുറത്തു വരണം, എങ്ങനെ മറ്റുള്ളവരുടെ മനസ്സ് മനസ്സിലാക്കണം. എന്താണ് എബിലിറ്റി മോഡൽ ഓഫ് ഇമോഷണൽ ഇൻ്റലിജൻസ്? മേയർ സെലോവെ കുറിസിനെ കുറിച്ച് പറയുന്നത് എബിലിറ്റി മോഡൽ ഓഫ് ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ ഇമോഷണൽ ഇൻ്റലിജൻസ് ഒരു സ്കില്ലും എബിലിറ്റിയാണ്. ജനിച്ചപ്പം ഫിക്സ്ഡായി കിട്ടുന്നതല്ല, പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് വളർത്തുന്നതാണ്. ഹോട്ട് ഇൻ്റലിജൻസ് ആൻഡ് കൂൾ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൂൾ ഇൻ്റലിജൻസ് പറഞ്ഞാൽ മാത്സ്, സയൻസ്, മെമ്മറി, ലോജിക്ക്, പേഴ്സണൽ ഫീലിങ്സ് ഇല്ല, ബുക്ക് നോളേജിനെയാണ് നമ്മൾ കൂൾ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. അതേസമയം ഹോട്ട് ഇൻ്റലിജൻസ് പറഞ്ഞാൽ നമ്മുടെ ഫീലിങ്സ്, നമ്മുടെ ഇമോഷൻസ്, നമ്മുടെ റിലേഷൻഷിപ്പ്, നമ്മുടെ പേഴ്സണൽ ലൈഫ്, നമ്മുടെ സന്തോഷങ്ങൾ, നമ്മുടെ സ്ട്രെസ്സ്, നമ്മുടെ കോപ്പിങ്, ഇതൊക്കെയൊക്കെയാണ് ഹോട്ട് ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇമോഷണൽ ഇൻ്റലിജൻസ് ഈസ് എ ടൈപ്പ് ഓഫ് ഹോട്ട് ഇൻ്റലിജൻസ്. ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ ഹോട്ട് ഇൻ്റലിജൻസിൻ്റെ ഒരു ഭാഗമാണ്. അപ്പം നമ്മൾ നമ്മുടെ ഫീലിങ്സ് ശരിയായി കൈകാര്യം ചെയ്തിട്ടില്ലെങ്കിൽ സ്ട്രെസ്സും ആൻസൈറ്റിയും ഡിപ്രഷനും വരും. അതാണ് അവർ പറയുന്നത് സൈക്കിക് പെയിൻ ആണെന്ന് പറയുന്നത്. അപ്പോൾ ഇമോഷണൽ ഇൻ്റലിജൻസിനെ കുറിച്ചിട്ട് ഡെഫിനിഷൻ പറയുന്നത് എന്താണ്? ദ എബിലിറ്റി ടു പെർസീവ്, അണ്ടർസ്റ്റാൻഡ്, മാനേജ് ആൻഡ് യൂസ് ഇമോഷൻസ് ഫോർ ഗ്രോത്ത്. നമ്മുടെ ഫീലിങ്സ് തിരിച്ചറിയുക എന്നുള്ളത്, ഫീലിങ്സ് മനസ്സിലാക്കുക, ഫീലിങ്സ് കൺട്രോൾ ചെയ്യുക, ഫീലിങ്സ് നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കുക. 4 ബ്രാഞ്ചസ് ആണ് ഇമോഷണൽ ഇൻ്റലിജൻസിനുള്ളത്. ഏതാണത്? ബ്രാഞ്ച് 1 ഇമോഷണൽ പെർസെപ്ഷൻ, നമ്മുടെ ഫീലിങ്സ് തിരിച്ചറിയാനുള്ള കഴിവ്. ഇപ്പോൾ കൂട്ടുകാരൻ്റെ മുഖം കണ്ടപ്പം അവൻ സാഡാണോ അല്ലേ എന്ന് മനസ്സിലാക്കുന്നത്, അതുപോലെ നമ്മുടെ അമ്മയുടെ ശബ്ദം കേട്ട് അമ്മയ്ക്ക് ദേഷ്യമാണെന്ന് പിടികിട്ടുന്നത്, ഇതൊക്കെ ഇമോഷണൽ ഇൻ്റലിജൻസിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ്. കുഞ്ഞുങ്ങൾക്ക് ആദ്യം വളരുന്ന കഴിവ് ഇതാണ്, ഈ ഇമോഷണൽ പെർസെപ്ഷൻസ് ആണ്. ബ്രാഞ്ച് 2 എന്ന് പറയുന്നത് ഇമോഷണൽ ഫെസിലിറ്റേഷനാണ്. എന്ന് വെച്ചാൽ യൂസിങ് ഇമോഷൻസ് ടു ഗൈഡ് തിങ്കിങ് എന്നാണ്. എക്സാം പേടിയുണ്ടെങ്കിൽ നന്നായിട്ട് പഠിച്ച് ചെയ്യും, മോട്ടിവേറ്റ് ആക്കുക. സന്തോഷമുള്ളപ്പം ക്രിയേറ്റിവിറ്റി കൂടും. ചെറിയ നെർവസ്നെസ് ഉണ്ടെങ്കിൽ അലേർട്ടാകാൻ നമ്മളെ സഹായിക്കും. ഇവിടെ ഫീലിങ്സ് എനിമിയല്ല, നമ്മുടെ ഹെൽപ്പറാണെന്ന് വേണം നമുക്ക് പറയാൻ. ബ്രാഞ്ച് 3 എന്ന് പറയുന്നത് ഇമോഷണൽ അണ്ടർസ്റ്റാൻഡിങ് ആണ്. ഫീലിങ്സ് എന്തുകൊണ്ട് വരുന്നു എന്ന് മനസ്സിലാക്കുക. എനിക്ക് ദേഷ്യം വരുന്നത് എന്തുകൊണ്ടാണ്? ഇത് ജലസിയാണോ, ദേഷ്യമാണോ, ഫ്രസ്ട്രേഷൻ ആങ്കറായിട്ട് മാറിയോ? അപ്പം അണ്ടർസ്റ്റാൻഡിങ് ഇമോഷണൽ കോസസ് ആൻഡ് ചേഞ്ചസ് ആണ്. ഇമോഷൻസിൻ്റെ ലാംഗ്വേജ് പഠിക്കുന്നത് പോലെയാണ് ഇത്. ക്ലിയർ ആണോ? ബ്രാഞ്ച് 4 എന്ന് പറയുന്നത് ഇമോഷണൽ മാനേജ്മെൻ്റ് ആണ്. നമ്മുടെ ഫീലിങ്സ് കൺട്രോൾ ചെയ്ത് ശരിയായിട്ട് ഉപയോഗിക്കാൻ പഠിക്കുക. മാനേജ് ഇമോഷൻസ് ഫോർ പേഴ്സണൽ ആൻഡ് സോഷ്യൽ എഫക്റ്റീവ്നെസ് എന്നാണ്. ദേഷ്യം വന്നപ്പോൾ അടിക്കാതെ പിടിച്ചു നിൽക്കുക, ദുഃഖം വന്നപ്പോൾ സെൽഫ് ടോക്ക് ഉപയോഗിക്കുക, മറ്റുള്ളവരുടെ ഫീലിങ്സ് വേദനിപ്പിക്കാതെ സംസാരിക്കുക. ഇത് ഇമോഷണൽ ഇൻ്റലിജൻസിൻ്റെ മോസ്റ്റ് അഡ്വാൻസ്ഡ് സ്കില്ലാണ്. ഏത്? ഇമോഷണൽ മാനേജ്മെൻറ്റ് എന്നുള്ളത്. അപ്പോൾ ഇമോഷണൽ ഇൻ്റലിജൻസ് ഇസ് എ ഡെവലപ്മെൻറ്റൽ. ഇമോഷണൽ ഇൻ്റലിജൻസ് കുഞ്ഞുകാലത്ത് തുടങ്ങുന്നു, അഡൾട്ട്ഹുഡ് വരെ സ്റ്റെപ്പായിട്ട് വളരുന്നു. അപ്പോൾ ഫ്രം സിമ്പിൾ ടു കോംപ്ലക്സ് ഇമോഷണൽ സ്കില്ലാണ്. ഇമോഷണൽ ഇൻ്റലിജൻസിൻ്റെ അസസ്മെൻറ്റ് ഏതാണ്? ടെസ്റ്റിംഗ് ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ MSCIT, അതായത് മേയർ സെലോവെ കുറിസ് ഇമോഷണൽ ഇൻ്റലിജൻസിൻ്റെ ടെസ്റ്റാണ്. ഇത് സെൽഫ് റിപ്പോർട്ടല്ല. നിനക്ക് ഇമോഷണൽ ഇൻ്റലിജൻസ് ഉണ്ടോ എന്ന് ചോദിക്കുന്നില്ല, പകരം എന്താ ചോദിക്കണേ? ഫേസസ് കാണിക്കും, ഇമോഷൻസ് ഐഡൻറ്റിഫൈ ചെയ്യണം, സിറ്റുവേഷൻ നൽകും, ഇമോഷൻ മാനേജ് എങ്ങനെയെന്ന് പറയണം. അപ്പോൾ പെർഫോമൻസ് ബേസ്ഡ് ടെസ്റ്റാണ് ഈ MSCIT എന്ന് പറയുന്നത്. അപ്പം 4 ഏരിയകളാണ് MSCITയിൽ ടെസ്റ്റ് ചെയ്യുന്നത്. ഒന്ന് ഇമോഷണൽ പെർസെപ്ഷൻ, നമ്മുടെ മുഖം, നമ്മുടെ പിക്ചർ, നമ്മുടെ ആർട്ടൊക്കെ വെച്ചിട്ട്. പിന്നെ ഇമോഷണൽ ഫെസിലിറ്റേഷൻ, ഇമോഷൻസ് തിങ്കിങ്ങിനെ എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ ഇമോഷൻസ് അണ്ടർസ്റ്റാൻഡിങ്, ഇമോഷൻസ് ചേഞ്ചും ആൻഡ് മിക്സിങ്.
മാനേജ് ഇമോഷൻ, സെൽഫ് ആൻഡ് അതേഴ്സ്. IQ ടെസ്റ്റ് പോലെ റൈറ്റ് ഓർ റോങ് ആൻസേഴ്സ് ഇതിലുണ്ട്. എന്തുകൊണ്ടാണ് ഇമോഷൻ ഇൻ്റലിജൻസ് അസസ്മെൻറ്റ് യൂസ്ഫുൾ ആയത്? പ്രഡിക്ട്സ് ഇമോഷണൽ വെൽബീങ് ആൻഡ് റിലേഷൻഷിപ്പ് ക്വാളിറ്റി എന്നാണ് പറയുന്നത്. ഇമോഷണൽ ഇൻ്റലിജൻസ് സ്കോർ ഉപയോഗിച്ച് സ്ട്രെസ് ലെവൽ മനസ്സിലാക്കാം, റിലേഷൻഷിപ്പിൻ്റെ ഇഷ്യൂസ് പ്രെഡിക്റ്റ് ചെയ്യാം, പേഴ്സണൽ ഗ്രോത്ത് പ്ലാൻ ചെയ്യാം. അപ്പോൾ ഇമോഷണൽ ഇൻ്റലിജൻസ് എന്നത് നമ്മൾ ജനിച്ചു കൊണ്ടുവരുന്ന കാര്യമല്ല, നമ്മൾ പഠിച്ച് വളർത്തുന്ന കഴിവാണ്. ഇമോഷണൽ ഇൻ്റലിജൻസ് ഉണ്ടെങ്കിൽ ലൈഫ് സ്മൂത്തറാകും, റിലേഷൻഷിപ്പ് സ്ട്രോങ് ആകും, മൈൻഡ് പീസ്ഫുൾ ആകും. ക്ലിയർ ആണോ? ട്രേറ്റ് മോഡൽ ഓഫ് ഇമോഷണൽ ഇൻ്റലിജൻസ്. ഇവിടെ നമ്മൾ പഠിക്കുന്നത് ട്രേറ്റ് മോഡൽ ഓഫ് ഇമോഷണൽ ഇൻ്റലിജൻസ് എന്നാണ്. എബിലിറ്റി മോഡലിനേക്കാൾ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു തിങ്കിങ് ആണ് ട്രേറ്റ് മോഡൽ എന്ന് പറയുന്നത്. ഇമോഷണൽ ഇൻ്റലിജൻസ് ഇസ് നോട്ട് എൻ എബിലിറ്റി ലൈക്ക് IQ. ഈ മോഡൽ പറയുന്നത് എന്താണ്? ഇമോഷണൽ ഇൻ്റലിജൻസ് ഒരു ഇൻ്റലിജൻസ് അല്ല, അത് നമ്മുടെ പേഴ്സണാലിറ്റിയുടെ ഒരു ഭാഗമാണെന്നാണ് പറയുന്നത്. ട്രേറ്റ് മോഡൽ എന്ന് പറഞ്ഞാൽ ഇമോഷണൽ ഇൻ്റലിജൻസ് ഈസ് ബേസ്ഡ് ഓൺ സെൽഫ് പെർസെപ്ഷൻ എന്നാണ്. അതായത് എനിക്ക് ഫീലിങ്സ് കൈകാര്യം ചെയ്യാൻ പറ്റുമോ, എനിക്ക് സ്ട്രെസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ, എനിക്ക് എമ്പതി ഉണ്ടോ, ഇതൊക്കെ നമ്മളെക്കുറിച്ച് കരുതുന്ന അഭിപ്രായമാണ്. അതിനെയാണ് നമ്മൾ ട്രേറ്റ് ഇമോഷണൽ സെൽഫ് എഫിക്കസി എന്ന് വിളിക്കുന്നത്. വൈ ഇമോഷൻസ് കനോട്ട് ബി മെഷേർഡ് ലൈക്ക് എൻ എബിലിറ്റി? മാത്സിൽ ആൻസർ റൈറ്റ് റോങ് ആണോ? ഫീലിങ്സ് റൈറ്റ് റോങ് ഉണ്ടോ? ഇതാണ് വൈ ഇമോഷൻ കനോട്ട് ബി മെഷേർഡ് എന്ന് പറയുന്നത്. അതായത് ഇമോഷൻസ് ആർ സബ്ജക്റ്റീവാണ്. ഒരേ സംഭവം, ഒരാൾക്ക് ഇപ്പോൾ സാഡ് ആണെങ്കിൽ മറ്റൊരാൾക്ക് ദേഷ്യമായിരിക്കും, മറ്റൊരാൾക്ക് സൈലൻസ് ആയിരിക്കും. അതുകൊണ്ട് ഇമോഷണൽ ഇൻ്റലിജൻസിന് IQ പോലെ നമുക്ക് ടെസ്റ്റ് ചെയ്ത് പറയാൻ പറ്റില്ല. അതാണ് ഈ മോഡൽ പറയുന്നത്. നോ പെർഫെക്റ്റ് ഇമോഷണലി ഇൻ്റലിജൻസ് പേഴ്സൺ എന്നാണ്. അതായത് ദർ ഈസ് നോ സ്റ്റാൻഡേർഡ് ഇമോഷണൽ ഇൻ്റലിജൻസ് പ്രൊഫൈല്. കാരണം എന്താണ്? ഒരേ ട്രേറ്റ് ഒരിടത്ത് യൂസ്ഫുൾ ആണെങ്കിൽ മറ്റൊരിടത്ത് അത് പ്രോബ്ലം ആണ്. അപ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടൊരു ഇമോഷണൽ ഇൻ്റലിജൻസ് പേഴ്സണെ പറയാൻ പറ്റില്ല. അപ്പോൾ ഒരു ക്വൈറ്റ് റിസർവ്ഡ് ആയിട്ടുള്ള ഒരാൾ റിസർച്ച് ജോബിൽ ബെസ്റ്റ് ആയിരിക്കും, അതേസമയം കസ്റ്റമർ സർവീസിൽ അദ്ദേഹം സ്ട്രഗിൾ ചെയ്യും. ടോക്കറ്റീവ് ആയിട്ടുള്ള ഒരാൾ സെയിൽസ് ജോബിൽ സക്സസ് ആയിരിക്കും, അതേസമയം സൈലൻറ്റ് വർക്കിൽ അയാൾക്ക് ഡിസ്ട്രക്ഷൻ ഫീൽ ചെയ്യും. അതുകൊണ്ടാണ് സിറ്റുവേഷൻ അനുസരിച്ചാണ് ട്രേറ്റ് യൂസ്ഫുൾ ആകുന്നതെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ വാട്ട് ട്രേറ്റ് മോഡൽ ഫോക്കസ് ഓൺ പേഴ്സണാലിറ്റി ട്രേറ്റ്സ് റിലേറ്റഡ് ടു ഇമോഷൻസ് ആണ്. ഈ മോഡൽ നോക്കുന്നത് നമ്മൾ എങ്ങനെ ഫീൽ ചെയ്യുന്നു, സ്ട്രെസ് വന്നാൽ എന്ത് ചെയ്യുന്നു, മറ്റുള്ളവരുടെ ഫീലിംഗ് എങ്ങനെ കാണുന്നു. അത് എബിലിറ്റി അല്ല, പേഴ്സണാലിറ്റിയും ഇമോഷൻസും ആണ് നമ്മളെ ഫോക്കസ്. അപ്പോൾ ട്രേറ്റ് മോഡൽ അസസ്മെൻറ്റ് എങ്ങനെയാണ്? സെൽഫ് റിപ്പോർട്ട് ക്വസ്റ്റ്യനേഴ്സ് ആണ്. അതായത് ഇവിടെ നമ്മുടെ ഫേസ് കാണിച്ച് ഇമോഷൻ ചോദിക്കൂല, സിറ്റുവേഷൻ കൊടുത്ത് കറക്റ്റ് ആൻസറും ചോദിക്കൂല. പകരം എന്താണ്? നിനക്ക് സ്ട്രെസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ, നിനക്ക് ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റുമോ, നമ്മൾ തന്നെയാണ് ആൻസർ പറയേണ്ടത്. അപ്പം ട്രേറ്റ് ഇമോഷണൽ ഇൻ്റലിജൻസ് ക്വസ്റ്റ്യനെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ KV പെട്രിഡസ് പറയുന്നത് TQ ഫുൾ ഫോം ആയിട്ട് 153 ക്വസ്റ്റ്യൻസ് ആണ് പറയുന്നത്. അത് 15 ട്രേറ്റ്സ് ഉണ്ട്. ഓവറോൾ ഗ്ലോബൽ ട്രേറ്റ് ഇമോഷണൽ ഇൻ്റലിജൻസ് സ്കോർ എന്ന് വേണമെങ്കിൽ പറയാം. ഷോർട്ട് വേർഷനിൽ നോക്കുകയാണെങ്കിൽ 30 ക്വസ്റ്റ്യനും ഫാസ്റ്റ് അസസ്മെൻറ്റും ആണ് നടക്കുക. കുട്ടികളും അഡൽട്സും എല്ലാവർക്കും സെപ്പറേറ്റ് വേർഷൻസ് ഉണ്ട് ഈ TIQ എന്ന് പറഞ്ഞിട്ടുള്ള അസസ്മെൻറ്റിൽ. അപ്പോൾ 15 ഇമ്പോർട്ടൻറ്റ് ട്രേറ്റ്സ് ഏതൊക്കെയാണ്? ഒന്ന്, അഡാപ്റ്റബിലിറ്റി, മാറ്റങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ. രണ്ടാമത്തത് അസർട്ടീവ്നെസ്, ഇല്ല എന്ന് പറയാൻ ധൈര്യമുണ്ടോ. മൂന്നാമത്തത് എമ്പതി, മറ്റുള്ളവരുടെ മനസ്സ് പിടികൂടാമോ. പിന്നെ ഇമ്പൾസീവ്നെസ്, ചിന്തിക്കാതെ ആക്ട് ചെയ്യാമോ. ഒപ്റ്റിമിസം, എല്ലാം നല്ലതാകുമെന്ന വിശ്വാസമുണ്ടോ. സെൽഫ് മോട്ടിവേഷൻ, നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാമോ. ഇമോഷൻ റെഗുലേഷൻ, ദേഷ്യവും സങ്കടവും കൺട്രോൾ ചെയ്യാമോ. ഇമോഷണൽ എക്സ്പ്രഷൻ, ഫീലിംഗ് പറയാൻ പറ്റുമോ. സെൽഫ് എക്സ്റ്റീം, നമ്മൾ വിലമതിക്കുമോ. പിന്നെ ഹാപ്പിനെസ്, ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തുമോ. സോഷ്യൽ അവെയർനെസ്, സൊസൈറ്റിയിലെ ഇമോഷൻസ് മനസ്സിലാക്കുമോ. സ്ട്രെസ് മാനേജ്മെൻറ്റ്, പ്രഷർ ഹാൻഡിൽ ചെയ്യാമോ. മാനേജിങ് അതേഴ്സ് ഇമോഷൻ, മറ്റുള്ളവരെ കാം ചെയ്യാമോ. റിലേഷൻഷിപ്പ്, ബന്ധങ്ങൾ നിലനിർത്താമോ. ഇതൊക്കെയാണ് ട്രേറ്റ് EI എന്ന് പറയുന്നത്. അപ്പോൾ 2 കുട്ടികൾ എക്സാമിൽ ഫെയിലായ കുട്ടിയെ ഞാൻ യൂസ്ലെസ് ആണെന്ന് പറയും, ആ കുട്ടിക്ക് സ്ട്രെസ്സും കെറ്റും വരും. കുട്ടി B ആണെങ്കിൽ ഇത് എക്സ്പീരിയൻസ് ആണ്, അപ്പോൾ ഒന്നും കൂടി റീട്രൈ ചെയ്യും, അത് ഇമ്പ്രൂവ് ചെയ്യും. മറ്റേ കുട്ടി എന്താണ്? സ്ട്രെസ്സ് വന്നിട്ട് ആ ഒരു എക്സാമിന്ന് ക്വിറ്റ് ചെയ്യും. അപ്പോൾ എബിലിറ്റി സെയിം ആണ്, ഡിഫറൻസ് എന്താണ്? ട്രേറ്റിലെ ഇമോഷൻ ഇൻ്റലിജൻസ് ആണ്. അപ്പോൾ ട്രേറ്റ് ഇമോഷണൽ ഇൻ്റലിജൻസ് ഈസ് അബൌട്ട് ഹൗ വി സീ അവർ സെൽഫ് ഇമോഷണലി. ട്രേറ്റ് മോഡൽ പറയുന്നത് ഇമോഷണൽ ഇൻ്റലിജൻസ് സ്കോർ ഒരു ലാബിലല്ല,
പേഴ്സണാലിറ്റി ഫ്ലെക്സിബിളാണ്. ട്രേഡ്സ് ടൈമിനൊപ്പം ചേഞ്ച് ചെയ്യാം. ഇമോഷണൽ ഇൻ്റലിജൻസ് പ്രാക്ടീസും അവയർനെസ്സും കൊണ്ട് നമുക്ക് വളർത്തിയെടുക്കാം. ക്ലിയർ ആണോ? അപ്പോൾ ഇതിൽ അഡാപ്റ്റബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എബിലിറ്റി ടു അഡ്ജസ്റ്റ് ടു ചേഞ്ച് എന്നാണ്. അതായത് മാറ്റങ്ങളെ അക്സെപ്റ്റ് ചെയ്ത് അതിനോട് ഒത്തുപോകാനുള്ളൊരു കഴിവിനെയാണ് നമ്മൾ അഡാപ്റ്റബിലിറ്റി എന്ന് പറയുന്നത്. അഡാപ്റ്റബിലിറ്റി എന്നത് എന്താണ്? നമ്മുടെ ജീവിതത്തിൽ പ്ലാന് മാറും, ആളുകൾ മാറും, സാഹചര്യം മാറും. അപ്പം ഇതെനിക്ക് പറ്റില്ല എന്ന് തളരുന്ന ആളാണോ? ശരി, ഇനി ഇതനുസരിച്ച് ഞാൻ മാറാമെന്ന് പറയുന്ന ആളാണോ നിങ്ങളെന്നാണ് നോക്കുന്നത്. രണ്ടാമത്തെ ആളെയാണ് നമ്മൾ അഡാപ്റ്റബിൾ പേഴ്സൺ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കുട്ടി സ്കൂളിലേക്ക് പോകാൻ ബസ് മിസ്സായി നിൽക്കുക. കുട്ടി എ പറയും ഇന്നെല്ലാം പാളി, കരഞ്ഞ് മൂഡ് ഓഫ് ആയിരിക്കും. കുട്ടി ബി ആണെങ്കിലോ ശരി ഓട്ടോ എടുക്കാം, കാമായി സ്കൂളിലെത്തും. അപ്പോൾ ഇവിടെ ഡിഫറൻസ് എന്താണ്? അഡാപ്റ്റബിലിറ്റിയാണ്. ക്ലിയർ ആണോ? അപ്പോൾ അഡാപ്റ്റബിലിറ്റി ഈസ് നോട്ട് ഗുഡ് ഓർ ബാഡ് ബൈ ഡിഫോൾട്ട്. ചിലർക്ക് സ്ലോ അഡാപ്റ്റബിലിറ്റിയാണ്, ഡീപ്പായിട്ട് തിങ്ക് ചെയ്യണം. ചിലർക്ക് ഫാസ്റ്റ് അഡാപ്റ്റബിലിറ്റിയാണ്, ഫ്ലെക്സിബിൾ ആയിട്ടുള്ള തിങ്ക് ആയിരിക്കും, സിറ്റുവേഷൻ ഒരു വാല്യൂ എടുക്കും. അപ്പോൾ അഡാപ്റ്റബിലിറ്റി എങ്ങനെയാണ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യുക? എന്ത് മാറി എന്ന് ചോദിക്കുക, എനിക്ക് എന്ത് കൺട്രോൾ ചെയ്യാമെന്ന് ചിന്തിക്കുക, കംപ്ലൈൻറ്റും ആക്ഷനായിട്ട് മാറ്റുക. അതാണ് അഡാപ്റ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ. അങ്ങനെ ഓരോന്നിനും ഓരോ ഇതുണ്ട്. ഈ ഒരു ട്രേറ്റ് മാറുന്നതിനനുസരിച്ച് നമ്മുടെ ഇമോഷൻസ് മാറും എന്നുള്ളതാണ്. ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. നിങ്ങൾക്ക് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്തിട്ട് ചോദിക്കുക. നിങ്ങളുടെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിച്ച് ക്ലിയർ ആക്കാം കേട്ടോ. ഓക്കെ. അടുത്തത് ഗനോസ് മോഡൽ ഓഫ് ഇമോഷണൽ ഇൻ്റലിജൻസ്. ഇവിടെ നമ്മൾ പഠിക്കുന്ന ഈ മോഡൽ പ്രാക്ടിക്കലായ ഒരു മോഡലാണ്. പ്രത്യേകിച്ചും ജോബ്, ഓഫീസ്, വർക്ക് പ്ലേസ്, ലീഡർഷിപ്പ് ഇവിടെയൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ ഉണ്ടാക്കിയിട്ടുള്ള ഒരു മോഡൽ. ഇവിടെ ഈ മോഡൽ ഡിസൈൻ ചെയ്തത് വർക്ക് പ്ലേസ് ഇമോഷണൽ ഇൻ്റലിജൻസ് ആയിട്ടാണ്. ഈ മോഡൽ ഉണ്ടാക്കിയവരാരൊക്കെയാണ്? ബെൻ പാൾമറും കോൺസ്റ്റഫുമാണ്, സ്വിംബേൺ യൂണിവേഴ്സിറ്റിയിൽ നിന്ന്. ഇവർക്ക് തോന്നി ഓഫീസിൽ നല്ല ജോലി ചെയ്യുന്ന ആളെ കണ്ടെത്താൻ ഐക്യു മാത്രം നോക്കിയാൽ പോരാ, ഇമോഷണൽ ബിഹേവിയറും കൂടി നോക്കണം എന്നുള്ളത്. അങ്ങനെ ഓഫീസിൽ 2 എംപ്ലോയീസ് ഉണ്ട് നോക്കാം. ഒരാൾ നോളേജ് ഉണ്ട്, പക്ഷെ റൂഡാണ്, ആംഗ്രിയാണ്, ടീം വർക്കില്ല. മറ്റൊരാൾ വളരെ കാമാണ്, ഭയങ്കര ടീം സപ്പോർട്ടുള്ള ആളാണ്, പ്രഷർ ഹാൻഡിൽ ചെയ്യുന്ന ഒരാളാണ്. ആരാണ് ബെറ്റർ എംപ്ലോയി? തീർച്ചയായിട്ടും നമുക്ക് പറയാം സെക്കൻഡ് വൺ ആണ് അല്ലേ. കാരണം വർക്ക് പ്ലേസ് സക്സസ് ഡിപ്പെൻഡ് ഓൺ ഇമോഷണലി ഇൻ്റലിജൻസ് ബിഹേവിയർ. അതുകൊണ്ട് തന്നെ ഈ ഗനസ് മോഡൽ ഇവിടെ വർക്ക് ചെയ്യും. എന്താണ് ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ? ഹൗ യു ബിഹേവ് ഇമോഷണലി അറ്റ് വർക്ക്. ഇവിടെ ഇമോഷണൽ ഇൻ്റലിജൻസ് എന്നത് ഉള്ളിൽ എന്ത് ഫീൽ ചെയ്യുന്നു എന്നത് മാത്രമല്ല, പുറത്ത് എങ്ങനെ ബിഹേവ് ചെയ്യുന്നത് എന്നതും കൂടിയാണ്. അപ്പോൾ ഇമോഷണൽ സെൽഫ് അവെയർനെസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എനിക്ക് എന്ത് ഫീലാണ്, ഈ ഫീലിങ്ങിന് എൻ്റെ ഡിസിഷനെ ബാധിക്കുന്നുണ്ടോ? ബോസ് ഫീഡ്ബാക്ക് കൊടുത്തു, അവെയർനെസ് ഇല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ദേഷ്യം വരും, റോങ് റിപ്ലൈ കിട്ടും. അപ്പോൾ അവെയർനെസ് ഉണ്ടെങ്കിലോ എനിക്ക് അപ്സെറ്റാണ്, ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പ് ഒന്ന് കാം ആവണം. ഇതിനെയാണ് ഇമോഷണൽ സെൽഫ് അവെയർനെസ് എന്ന് പറയുന്നത്. നമ്മൾ എപ്പോഴും പറയും ഇമോഷണലി നമ്മൾ തകർന്നിരിക്കുമ്പോഴും ഇമോഷണലി നമ്മൾ ഭയങ്കരമായിട്ട് സന്തോഷമുള്ളപ്പോഴും വലിയ സന്തോഷവും വലിയ സങ്കടവും ഉള്ളപ്പം ഒരു തീരുമാനവും എടുക്കരുത് എന്ന് പറയല്ലേ. അപ്പം നമ്മൾ അപ്സെറ്റ് ആണെങ്കിൽ അതിൽ നിന്നൊന്ന് കാം ആയതിനു ശേഷം മാത്രമേ ഡിസിഷൻ എടുക്കാവൂ. അപ്പോൾ സെൽഫ് അവെയർനെസ് ഉള്ള ആളാണെങ്കിൽ, ഇമോഷണൽ സെൽഫ് അവെയർനെസ് ഉള്ള ആളാണെങ്കിൽ ആൾക്ക് എന്തെങ്കിലും തകർച്ച മനസ്സിൽ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അയാൾക്ക് തിരിച്ചറിയാനുള്ള കഴിവുണ്ടെങ്കിൽ, ഞാൻ തകർന്നിരിക്കുകയാണെന്നുള്ള ആ ഒരു കഴിവ് അദ്ദേഹത്തിന് ഉണ്ട് എന്നുണ്ടെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യും? ആ ഒരു ഫീലിംഗ് മാറ്റിയിട്ട് കാമായി നിന്നതിന് ശേഷം ഡിസിഷൻ എടുക്കും. അതില്ലാത്ത ആളാണെങ്കിൽ പെട്ടെന്ന് ഡിസിഷൻ എടുക്കും, ആ ഡിസിഷൻ തെറ്റും, അത് വർക്കിനെ ദോഷകരമായിട്ട് ബാധിക്കും. അപ്പോൾ ഇതാണ് ഇമോഷണൽ സെൽഫ് അവെയർനെസ് വേണമെന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അപ്പോൾ രണ്ടാമത്തത് ഇമോഷണൽ അവെയർനെസ് ഓഫ് അതേഴ്സ്, അണ്ടർസ്റ്റാൻഡിങ് ഹൗ അതേഴ്സ് ഫീൽ. മറ്റുള്ളവരുടെ ട്യൂണും ഫേസും സൈലൻസും ഇതൊക്കെ കണ്ട് അവരുടെ മനസ്സ് മനസ്സിലാക്കിയെടുക്കണം. അപ്പോൾ കൊളീഗ്സ് ക്വൈറ്റായിട്ട് ഇരിക്കുകയാണെങ്കിൽ, അതായത് അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവർ ക്വൈറ്റായിട്ട് ഇരിക്കുകയാണെങ്കിൽ അവെയർനെസ് ഇല്ലെങ്കിൽ ആ ക്വൈറ്റ്നെസ്സിനെ അദ്ദേഹം ഇഗ്നോർ ചെയ്യും. അവെയർനെസ് ഉണ്ടെങ്കിലോ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നുള്ള ചോദ്യം ഈ ഒരു ബോസിൻ്റെ ഭാഗത്തു നിന്ന് അവർക്ക് കിട്ടിയാൽ തന്നെ അവരുടെ പാതി പ്രശ്നം തീരും. അപ്പോൾ വർക്ക് പ്ലേസിൽ എമ്പതി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മൂന്നാമത്തത് ഒതൻസിറ്റി. ഒതൻസിറ്റി എന്ന് പറഞ്ഞാൽ ബി ഹോണസ്റ്റ്, ജെന്യൂൻ ആൻഡ് ട്രാൻസ്പെറൻറ്റ് എന്നാണ്. നാടകമല്ല, ഫേക്ക് സ്മൈലില്ല, ഓപ്പണായി സംസാരിക്കുക, പറഞ്ഞ വാക്ക് പാലിക്കുക എന്നുള്ളതാണ്. ഡെഡ് ലൈൻ മീറ്റ് ചെയ്യാൻ പറ്റില്ല, ഒതൻസിറ്റി ഉണ്ടാവില്ല. ലൈ എക്സ്ക്യൂസ് കൊടുക്കും. ഒതൻസിറ്റി ഉണ്ടെങ്കിലോ ടൈം കൂടി വേണമെന്ന് ഓപ്പണായിട്ട് നമുക്ക് പറയും. ട്രസ്റ്റ് ബിൽഡ് ചെയ്യുന്നതിനെയാണ് ഒതൻസിറ്റി ആണെന്ന് പറയുന്നത്. അതായത് നമ്മൾ നമ്മുടെ വർക്കേഴ്സിനോട് ലളിതമായിട്ട് നാടകമായിട്ടല്ലാതെ ഫേക്കായിട്ടുള്ള സ്മൈലൊന്നും കൊടുക്കാതെ ഓപ്പണായിട്ട് സംസാരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് കൊടുത്ത വാക്ക് പാലിക്കുകയാണെങ്കിൽ അവർ നമ്മളോടും കൂറ് കാണിക്കും. ഒതൻസിറ്റി എന്ന് പറഞ്ഞ ഒരു ഉദാഹരണത്തിൽ ഞാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ ഒരു ഡെഡ് ലൈൻ മീറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്ന് വരാം. അപ്പോൾ ഞാനൊരു ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആളാണ്, എനിക്കൊരു ഡെഡ് ലൈൻ തന്നു, എന്നോട് പറഞ്ഞു
ഈ ദിവസത്തിൽ ഇത് കംപ്ലീറ്റ് ചെയ്യണമെന്ന്. പക്ഷെ ഞാൻ ചെയ്തു വന്നപ്പോൾ എനിക്കതിന് പറ്റിയില്ല. എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ ആ ടൈം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു ബോധം എനിക്ക് വന്നു. അപ്പം ഞാനൊരു ഒതൻസിറ്റി ഇല്ലാത്ത ആളാണെങ്കിൽ ഞാൻ പറയും എനിക്ക് അങ്ങനെയാണ്, എനിക്ക് സുഖമല്ല, ഞാൻ ഹോസ്പിറ്റലിലാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കളവ് പറഞ്ഞ് അതിന് എക്സ്ക്യൂസസ് ഉണ്ടാക്കും. പക്ഷെ ഞാൻ ഒതൻസിറ്റി ഉള്ള ഒരാളാണെങ്കിൽ ഞാൻ എന്ത് തരും, എനിക്ക് കുറച്ചും കൂടെ ടൈം വേണമെന്ന് ഓപ്പണായിട്ട് എൻ്റെ ബോസിൻ്റെ അടുത്ത് തുറന്ന് പറയും. അപ്പോൾ ട്രസ്റ്റ് ബിൽഡ് ചെയ്യുന്നത് ഒതൻസിറ്റിയാണ്. നമ്മൾ കളവ് പറഞ്ഞാൽ ആ കളവ് പൊളിഞ്ഞാൽ നമ്മളോടുള്ള ട്രസ്റ്റ് പോകും, ഇല്ലേ? ശരിയല്ലേ? അപ്പം നമ്മൾ കളവ് പറയാതെ ഒതൻസിറ്റി ഉള്ള ഒരാളാവാണ് ഏറ്റവും നല്ലത്. ഇമോഷണൽ റീസണിങ്, യൂസിങ് ഇമോഷൻസ് പ്ലസ് ഫാക്ട്സ് ഫോർ ഡിസിഷൻ മേക്കിംഗ് എന്നാണ്. ഡിസിഷൻ എടുക്കുമ്പോൾ ഫീലിംഗ് മാത്രം, ഫാക്റ്റ് മാത്രമല്ല, രണ്ടും കൂടെ വേണം. ഇപ്പം ടീം മെമ്പർ മിസ്റ്റേക്ക് ചെയ്തു എന്ന് വെക്കുക, ഇമോഷൻ മാത്രമാണെങ്കിൽ നമ്മൾ ഷൗട്ട് ചെയ്യും, ലോജിക്ക് മാത്രമാണെങ്കിൽ നമ്മൾ കോൾഡായിട്ട് വാർണിംഗ് കൊടുക്കും. ഇമോഷണൽ റീസണിങ് ഉണ്ടെങ്കിൽ മിസ്റ്റേക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും നമ്മൾ, എന്നിട്ട് ഇമ്പ്രൂവ്മെൻറ്റ് ചാൻസ് കൊടുക്കും, അല്ലേ? അപ്പോൾ അതാണ് ഇമോഷണൽ റീസണിങ് എന്ന് പറഞ്ഞാൽ. സെൽഫ് മാനേജ്മെൻറ്റ്, അതായത് മാനേജ് യുവർ ഇമോഷൻ, ടൈം ആൻഡ് ബിഹേവിയർ അണ്ടർ പ്രഷർ. സ്ട്രെസ്സോ ഡെഡ് ലൈനോ വർക്ക് ലോഡോ ഇതൊക്കെ വന്നാലും എക്സ്പ്ലോഡ് ചെയ്യാതിരിക്കുക, കൺട്രോൾ നഷ്ടപ്പെടാതിരിക്കുക. ഒരു ഓഫീസ് പ്രഷറും പേഴ്സണൽ സ്ട്രെസ്സും കൂടെ വരുന്നുണ്ടെന്ന് വെക്കുക. വീട്ടിലൊരു പ്രശ്നം, വീട്ടിൽ മക്കൾക്ക് സുഖമില്ല, എനിക്കാണെങ്കിൽ ഓഫീസിൽ ഒരു ഡെഡ് ലൈൻ തന്നിട്ടുള്ളൊരു വർക്കും ഉണ്ടെന്ന് വെക്കുക. ഇത് രണ്ടും എനിക്ക് നിർബന്ധമായിട്ടും ചെയ്യണം. എനിക്ക് സെൽഫ് മാനേജ്മെൻറ്റ് ഇല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, മറ്റുള്ളവരോട് ആ ഒരു ദേഷ്യപ്പെടും. ആ ഒരു കാരണം കൊണ്ട് സെൽഫ് മാനേജ്മെൻറ്റ് ഉണ്ടെങ്കിലോ ഞാൻ കാമായിട്ട് ഏതാണോ പ്രയോറിറ്റി അതിനാദ്യം സെറ്റ് കൊടുക്കും, പിന്നെ എന്നിട്ട് വർക്ക് ഫിനിഷ് ചെയ്യും. അതാണ് സെൽഫ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ. പോസിറ്റീവ് ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ ഫീലിങ്ങിന് സപ്പോർട്ട് ചെയ്യുക, മോട്ടിവേറ്റ് ചെയ്യുക, കാം ചെയ്യുക. ഇപ്പോൾ ടീം ഡിമോട്ടിവേറ്റഡ് ആണെങ്കിൽ പോസിറ്റീവ് ഇൻഫ്ലുവൻസ് ഇല്ലെങ്കിൽ നമ്മൾ അവരെ ബ്ലെയിം ചെയ്യും. നമ്മുടെ ടീമിലുള്ളവരെ നിങ്ങൾ കാരണമാണ്, നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടല്ലേ ഇങ്ങനെ ചെയ്തിട്ടല്ലേ എന്ന് പറഞ്ഞാൽ ബ്ലെയിം ചെയ്യും. പോസിറ്റീവ് ഇൻഫ്ലുവൻസ് ഉണ്ടെങ്കിലോ നമ്മൾ എൻകറേജ്മെൻറ്റ് കൊടുക്കും. അപ്പോൾ അതൊക്കെ സൊല്യൂഷൻ ഫോക്കസ് ചെയ്തിട്ട് അവർക്ക് എൻകറേജ്മെൻറ്റ് കൊടുക്കും. ലീഡേഴ്സിൻ്റെ ഒരു ബിഗ്ഗസ്റ്റ് ക്വാളിറ്റിയാണ് ഈ പോസിറ്റീവ് ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്. പ്രൊഡക്ടിവിറ്റി വേഴ്സസ് അൺപ്രൊഡക്റ്റീവ് സ്റ്റേറ്റ്സ് എന്താണ്? പ്രൊഡക്റ്റീവ് സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞാൽ പ്രസൻ്റ് ആയിട്ടിരിക്കുന്ന, എമ്പത്തറ്റിക് ആയിട്ടിരിക്കുന്ന, ജെന്യൂൻ ആയിട്ടിരിക്കുന്ന, റെസില്ലിംഗ് ആയിട്ടിരിക്കുന്ന, എംപവറിംഗ് ആയിട്ടിരിക്കുന്ന ആളാണ്. അൺപ്രൊഡക്റ്റീവ് സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഡിസ്കണക്റ്റഡ് ആയിട്ടുള്ള, ഇൻസെൻസിറ്റീവ് ആയിട്ടുള്ള, അൺസ്ട്രെസ് വർത്തി ആയിട്ടുള്ള, ടെമ്പറമെൻ്റൽ ആയിട്ടുള്ള, ഇൻഡിഫറൻ്റ് ആയിട്ടുള്ള ആളാണ്. അപ്പോൾ ഇമോഷണൽ ഇൻ്റലിജൻസ് ഡിറ്റർമൈൻസ് വെദർ ബിഹേവിയർ ഈസ് പ്രൊഡക്റ്റീവ് ഓർ അൺപ്രൊഡക്റ്റീവ്. ഇമോഷണൽ ഇൻ്റലിജൻസ് വെച്ചിട്ടാണ് നമ്മൾ ആൾ പ്രൊഡക്റ്റീവ് ആണോ അൺപ്രൊഡക്റ്റീവ് ആണോ എന്നുള്ളത് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ ഒരു ഗിനോസ് അസസ്മെൻറ്റ് ടൂൾ എന്തൊക്കെയാണ് ഇത് അളക്കുന്നത്? ഇത് IQ ടെസ്റ്റ് പോലെയല്ല, അതൊരു എബിലിറ്റി ടെസ്റ്റ് പോലെയല്ല, ബിഹേവിയർ ബേസ്ഡ് അസസ്മെൻ്റ് ആണ്. എങ്ങനെയാണ് ഇത് അസസ്മെൻറ്റ് വർക്ക് ചെയ്യുക? 70 ക്വസ്റ്റ്യൻ ഉണ്ടാവും, അതിൽ ഒബ്സർവ് ബേസ്ഡ് റേറ്റിംഗ് ആയിരിക്കും. അതായത് ഹൗ ഓഫ്റ്റൻ ഡസ് ദിസ് പേഴ്സൺ സ്റ്റേ കാം അണ്ടർ പ്രഷർ, എത്ര നേരം എത്രത്തോളം അദ്ദേഹം ഒരു പ്രഷറിൻ്റെ അണ്ടറിൽ നിൽക്കും എന്നുള്ളത് റേറ്റിംഗ് സ്കൂൾ കൊടുക്കും. ഓൾമോസ്റ്റ് നെവർ, അല്ലെങ്കിൽ റെയർലി, സംടൈംസ്, ഓഫ്റ്റൻ, ഓൾമോസ്റ്റ് ഓൾവേസ്, ഇങ്ങനെയുള്ള ഓപ്ഷൻസ് കൊടുക്കും. സെൽഫ് 180 ഡിഗ്രി അല്ലെങ്കിൽ 360 ഡിഗ്രി ഫീഡ്ബാക്ക് അവൈലബിൾ ആണ്. ഹൂ ക്യാൻ യൂസ് ഇറ്റ്? 17 വയസ്സിൻ്റെയും 75 വയസ്സിനും ഇടയിലുള്ളവരാണ് 10 മിനിറ്റ് മാത്രമേ ഈ ഒരു അസസ്മെൻറ്റ് ടെസ്റ്റിന് എടുക്കുകയുള്ളൂ. വർക്ക് പ്ലേസ് ഫോക്കസ് ചെയ്ത് ഒബ്സർവ് ചെയ്തിട്ട് ഇതിൽ ഏതാണോ എന്നുള്ളതൊക്കെ നോക്കിയിട്ടാണ് ഇതിന് റാങ്ക് ഇടുന്നത്. പോസിറ്റീവ് ഇമോഷൻസ് ആണെങ്കിൽ എൻത്യൂസിസം, ഓപ്റ്റിമിസം, മോട്ടിവേഷനും ഉണ്ടാവും. ഈ നെഗറ്റീവ് ഇമോഷൻസ് ആണെങ്കിൽ ആങ്കർ, സ്ട്രെസ്, ഫ്രസ്ട്രേഷൻ, ആൻസൈറ്റി. അപ്പോൾ റിസൾട്ട് എന്താണ്? സ്ട്രെങ്ത്തും ഓപ്പർച്യൂണിറ്റിയാണ് ഡെവലപ്മെൻറ്റിന് വേണ്ടത് എന്നാണ്. അപ്പോൾ ഗിനോസ് ഫോക്കസ് ഓൺ ഇമോഷണൽ ഇൻ്റലിജൻസ് ബിഹേവിയർ അറ്റ് വർക്ക്. എസ് മോഡൽ നമ്മളെ പഠിപ്പിക്കുന്നത് ഇമോഷണൽ ഇൻ്റലിജൻസ് കാണിക്കണം, ബിഹേവ് ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണം. ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ ജോബിലെ സക്സസ് താക്കോല് എന്ന് വേണമെങ്കിൽ പറയാം. ക്ലിയർ ആണോ? അപ്പം ഈ ഗിനസ് മോഡൽ എങ്ങനെയാണ് അസസ്മെൻറ്റ് ടൂൾ എന്തൊക്കെയെന്ന് മനസ്സിലായോ? 2 ടൂളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഒന്ന് ഇമോഷണൽ ഇൻ്റലിജൻസ് ഇൻവെൻട്രി, അതായത് ബിഹേവിയർ ബേസ്ഡ് ഇമോഷണൽ ഇൻ്റലിജൻസ് അസസ്മെൻ്റ് ആണെന്ന് പറയാം. അതായത് ഒരാൾ എത്ര ഇമോഷണലി ഇൻ്റലിജൻസ് ആണെന്ന് നേരിട്ട് ചോദിക്കുന്ന ഒരു ടെസ്റ്റ് അല്ലത്, പകരം അവൻ അല്ലെങ്കിൽ അവൾ എങ്ങനെ ഇമോഷണലി ബിഹേവ് ചെയ്യുന്നു എന്ന് നോക്കുന്ന ഒരു ടെസ്റ്റാണ്. അതായത് ഫീലിംഗ് അല്ല, ബിഹേവിയർ ആണ് ഇവിടെ മെഷർമെൻ്റ് ആയിട്ട് എടുക്കുന്നത്. അതായത് ഇതിൽ ഈ ഇമോഷണൽ ഇൻ്റലിജൻസ് ഡസ് നോട്ട് മെഷർ ഇമോഷണൽ ഇൻ്റലിജൻസ് ഡയറക്റ്റ്ലി, ഇറ്റ് മെഷേഴ്സ് ഇമോഷണൽ ഇൻ്റലിജൻസ് ബിഹേവിയർ. ഇമോഷൻസ് ഉള്ളിലുണ്ടോ എന്നതല്ല, പുറത്തെങ്ങനെ കാണിക്കുന്നു എന്നാണ് നോക്കുക. ഈ ഗിനോസ് ഇൻവെൻട്രി എങ്ങനെയാണ്? 70 ക്വസ്റ്റ്യൻ ഉണ്ടാവും, വർക്ക് പ്ലേസ് ബിഹേവിയർ ഫോക്കസ് ചെയ്യും. 5 പോയിൻ്റാണ് റേറ്റിംഗ് സ്കെയിലിലെ ടോപ്പ് പോയിൻ്റ്. 5, 4, 3, 2, 1 എങ്ങനെയാണ് എടുക്കുക റേറ്റിംഗ് സ്കെയിൽ? ഓൾമോസ്റ്റ് നെവർ, റെയർലി, സംടൈംസ്, ഓഫ്റ്റൻ, ഓൾമോസ്റ്റ് ഓൾവേസ്, ഇങ്ങനെയുള്ള 5 ഓപ്ഷൻസ് ആണ് ഉണ്ടാവുക.
ഇപ്പം ഇതിൽ ഹൗ ഓഫ്റ്റൻ ഡസ് ദിസ് പേഴ്സൺ സ്റ്റേ കാം അണ്ടർ പ്രഷർ എന്നുള്ള ചോദ്യമാണെങ്കിൽ എല്ലായ്പ്പോഴും കാമാണെങ്കിൽ 5 മാർക്ക് കൊടുക്കും. ചിലപ്പോൾ ഷൗട്ട് ചെയ്യുമെങ്കിൽ 3 മാർക്ക് കൊടുക്കും. എല്ലായ്പ്പോഴും ദേഷ്യക്കാരനാണെങ്കിൽ 1 മാർക്ക് കൊടുക്കും. ഇത് തന്നെയാണ് അസസ്മെൻറ്റ് ചെയ്യുന്നത്. ഇതിൽ പോസിറ്റീവ് നെഗറ്റീവ് ഇമോഷൻസ് രണ്ടും നോക്കും. പോസിറ്റീവ് ഇമോഷൻസ് ഏതൊക്കെയാണ്? എൻത്യൂസിയം, മോട്ടിവേഷൻ, ഒപ്റ്റിമിസം. നെഗറ്റീവ് ആണെങ്കിൽ ദേഷ്യം, ആൻസൈറ്റി, സ്ട്രെസ്, ഫ്രസ്ട്രേഷൻ. അപ്പോൾ റിസൾട്ട് കാണിക്കുന്നത് സ്ട്രെങ്ത് ആണോ, ഇമ്പ്രൂവ്മെൻറ്റ് ഏരിയാസ് ഏതൊക്കെയാണെന്നുള്ള, ഏതൊക്കെ ഏരിയയിൽ സ്ട്രെങ്ത് ആണ്, ഏതൊക്കെ ഏരിയാസിലാണ് ഇമ്പ്രൂവ്മെൻറ്റ് വേണ്ടതെന്നാണ് റിസൾട്ടിൽ കാണിക്കുക. അസസ്മെൻറ്റ് ടൂൾ 2 എന്ന് പറയുന്നത് മൾട്ടി റൈറ്റർ ഫീഡ്ബാക്ക് ആണ്. സെൽഫായിട്ടുള്ളതാണ്. 180 ഡിഗ്രി 360 ഡിഗ്രി ആണെന്ന് അതിന് പറയാം. ഒരാൾ തന്നെ മാത്രം ആൻസർ ചെയ്യുന്നത് പോരാ, മറ്റുള്ളവരെ ഒബ്സർവേഷൻ കൂടി ഇതിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം സെൽഫ് അസസ്മെൻ്റ് ആണെങ്കിൽ ഞാൻ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, നമ്മളെ തന്നെ റേറ്റ് ചെയ്യുക. ഞാൻ സ്ട്രെസ് ഹാൻഡിൽ ചെയ്യുന്നുണ്ടോ, യെസ് ഓർ നോ. അപ്പോൾ 180 ഡിഗ്രി ഫീഡ്ബാക്ക് ആണെങ്കിൽ സെൽഫും മാനേജർ അല്ലെങ്കിൽ കൊളീഗ്സിൻ്റെയും കൂടി എടുക്കണം. എംപ്ലോയി മാനേജറും കൂടി, മാനേജർ പറയുകയാണെങ്കിൽ പ്രഷർ സമയത്ത് ഇയാൾ കാമാണോ എന്ന് ചോദിക്കുക. 360 ഡിഗ്രി ഫീഡ്ബാക്ക് എന്ന് പറയുമ്പോൾ ഫുൾ സർക്കിൾ ഫീഡ്ബാക്ക്, അതായത് സെൽഫിൻ്റെയും വേണം, സ്വന്തത്തിലുള്ള ഒരു ഫീഡ്ബാക്കും കൊടുക്കണം, ബോസിൻ്റെ ഫീഡ്ബാക്ക് കൊടുക്കണം, കൊളീഗ്സിൻ്റെ ഫീഡ്ബാക്ക് കൊടുക്കണം, സബോർഡിനേറ്റ്സിൻ്റെ ഫീഡ്ബാക്ക് കൊടുക്കണം. അപ്പോൾ വർക്ക് പ്ലേസിൽ ഏറ്റവും അക്യൂറേറ്റ് അസസ്മെൻറ്റ് ഏതാണ്? ഈ 360 ഡിഗ്രി ഫീഡ്ബാക്കാണ്. അപ്പോൾ 2 ഫീഡ്ബാക്കാണുള്ള. 180 എന്ന് പറഞ്ഞാൽ കുറച്ച് ആളുകളുടേത് സെൽഫും മറ്റു പ്രധാനപ്പെട്ട ആളുകളുടേതും. 360 എന്ന് പറയുമ്പോൾ നമ്മുടെ ആ വർക്ക് പ്ലേസിലുള്ള എല്ലാവരുടെയും ഫീഡ്ബാക്ക് എടുക്കുന്നതാണ്. ക്ലിയർ ആണോ? അപ്പോൾ ഒരു ടീച്ചറാണെങ്കിൽ ടീച്ചർ സെൽഫ് ഞാൻ കാമാണെന്ന് പറയാം. സ്റ്റുഡൻസ് പറയണം എക്സാം ടൈമിൽ ഷൗട്ട് ചെയ്യുന്നുണ്ട് എന്ന്. അപ്പോൾ ഡിഫറൻസ് ഇവിടെ കാണാം. റിയൽ ബിഹേവിയർ നമുക്ക് എടുക്കാം. അപ്പം ഏനസ് യൂസസ് ദീസ് മെത്തേഡ്. ഇമോഷണൽ ബിഹേവിയർ ഇസ് ബെസ്റ്റ് ജഡ്ജ്ഡ് ബൈ ഒബ്സർവേഴ്സ്. കാരണം എന്താണ്? നമ്മളെ ചിലപ്പം ഓവർ എസ്റ്റിമേറ്റ് ചെയ്യും. ഒബ്സർവേഴ്സ് അത് നമ്മുടെ ശരികൾ കാണും. അപ്പോൾ ആർക്കാണ് ഗനസ് അസസ്മെൻറ്റ്? 17 വയസ്സിനും 75 വയസ്സിനും ഇടയിലുള്ള ആളുകൾക്ക് വെറും 10 മിനിറ്റ് എടുക്കുന്ന ഒരു അസസ്മെൻറ്റാണ്. വർക്ക് പ്ലേസിലും പ്രൊഫഷണൽസിലുമാണ് ഇത് യൂസ് ചെയ്യുക. ഓരോ ആളുകളുടെയും ഇമോഷണൽ ഇൻ്റലിജൻസ് പ്രൊഫൈൽ കിട്ടും. സ്ട്രെങ്ത് ഏരിയാസ് ഏതാണെന്നും ഡെവലപ്മെൻറ്റ് ചെയ്യേണ്ട ഓപ്പർച്യൂണിറ്റീസ് ഏതൊക്കെയാണെന്നുള്ളതും കൂടെ ഡെവലപ്മെൻറ്റിൻ്റെ റിപ്പോർട്ട് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാമെന്നുള്ള സജഷൻസും ഈ ഒരു അസസ്മെൻറ്റിലൂടെ നമുക്ക് കിട്ടും. അവേഴ്നെസ് മെഷർ ഹൗ ഇമോഷണൽ ഇൻ്റലിജൻസ് ബിഹേവിയർ ഈസ് ഷോൺ നോട്ട് ഫെൽറ്റ്. ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന ഓഫീസിൽ കാണിക്കേണ്ട സ്കില്ലാണ്. ക്ലിയർ ആണോ? ട്രേറ്റിൻ്റെ അസസ്മെൻറ്റിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അതും കൂടെ ഞാൻ ഒന്നും കൂടെ അത് വിശദീകരിച്ച് തരാം കേട്ടോ. സെൽഫ് റിപ്പോർട്ട് ട്രേറ്റ് മോഡൽ അസസ്മെൻറ്റ് എന്നത് എന്താണ്? ട്രേറ്റ് മോഡൽ പറയുന്നത് എന്താണ്? ഇമോഷണൽ ഇൻ്റലിജൻസ് എന്നത് ഒരു എബിലിറ്റി ഐക്യു പോലെയല്ല, നമ്മുടെ പേഴ്സണാലിറ്റിൻ്റെ ഭാഗമാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിനക്ക് ഈ ഇമോഷണൽ ഇൻ്റലിജൻസ് ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്ത് റൈറ്റ് ഓർ റോങ് ആൻസർ കണ്ടെത്താൻ പറ്റൂല. പകരം എന്താണ്? നമ്മളെ തന്നെ ഇമോഷണലായി എങ്ങനെ കാണുന്നു, അതാണ് മെഷർമെൻറ്റ്. അതായത് സെൽഫ് റിപ്പോർട്ട് എന്നത് നമ്മളെ കുറിച്ച് തന്നെ ഒരു ആൻസർ പറയുന്ന ചോദ്യങ്ങളാണ്. സാധാരണ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, എനിക്ക് സ്ട്രെസ് വന്നാൽ ഞാൻ കാമായി ഹാൻഡിൽ ചെയ്യാറുണ്ട്. നമ്മൾ ചിന്തിക്കുന്നത് എന്താണ്? അതെ, എനിക്ക് സാധിക്കും, അല്ലെങ്കിൽ ഇല്ല, എനിക്ക് ബുദ്ധിമുട്ടാണ്. ഇതിൽ കറക്റ്റ് റോങ് ഇല്ല, ഹോണസ്റ്റ് ആൻസർ മാത്രം നമ്മൾ കൊടുക്കുക. ഇവിടെ എന്താണ് നടക്കുന്നത്? ട്രേറ്റ് മോഡൽ അസസ്മെൻറ്റ് നോക്കുന്നത് എനിക്ക് ദേഷ്യം കൺട്രോൾ ചെയ്യാമെന്ന് ഞാൻ കരുതുന്നുണ്ടോ, എനിക്ക് മറ്റുള്ളവരുടെ മനസ്സ് മനസ്സിലാക്കാമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ടോ, എനിക്ക് സ്ട്രെസ് ഹാൻഡിൽ ചെയ്യാമെന്ന് ഞാൻ ഫീൽ ചെയ്യുന്നുണ്ടോ. ഇതൊക്കെയാണ് ഇമോഷണൽ സെൽഫ് പെർസെപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ട്രേറ്റ് ഇമോഷണൽ സെൽഫ് എഫിക്കസി എന്നത് എന്താണ്? വലിയ പേര് പോലെ തോന്നാം, പക്ഷേ ലളിതാണത്. ട്രേറ്റ് ഇമോഷണൽ സെൽഫ് എഫിക്കസി എന്ന് പറഞ്ഞാൽ എനിക്ക് ഇമോഷൻസ് കൈകാര്യം ചെയ്യാൻ കഴിയുമെന്ന എൻ്റെ വിശ്വാസത്തെയാണ്. എബിലിറ്റി ഉണ്ടോ എന്നതല്ല, എനിക്ക് കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ടോ എന്നതാണ് ട്രേറ്റ് ഇമോഷണൽ സെൽഫ് എഫിക്കസി എന്ന് പറയുന്നത്. ഇതിൻ്റെ മെയിൻ അസസ്മെൻറ്റ് ടൂൾ എന്ന് പറയുന്നത് ഒന്ന് ടേക്യു ആണ്, അതായത് ട്രേറ്റ് ഇമോഷണൽ ഇൻ്റലിജൻസ് ക്വസ്റ്റ്യനയർ. ഇത് ഡെവലപ്പ് ചെയ്തത് KV പെട്രീറ്റ്സ് ആണ്. ഇതിൽ 153 ചോദ്യങ്ങളാണ് ഫുൾ വേർഷനിലുള്ളത്. ഷോർട്ട് വേർഷനിൽ 30 ചോദ്യങ്ങളാണുള്ളത്. കുട്ടികൾക്കും ടീനേജേഴ്സിനും അഡൽട്സിനും എല്ലാവർക്കും സെപ്പറേറ്റ് വേർഷനാണ്. ചില വേർഷൻസ് നമ്മൾ തന്നെ ആൻസർ ചെയ്യും, ചില വേർഷൻസിൽ ടീച്ചേഴ്സോ പേരൻസോ കൊളീഗ്സോ ഒക്കെ കൂടി ആൻസർ ചെയ്യും. അപ്പോൾ ടേക്ക് എന്തൊക്കെ ട്രേറ്റ്സ് നോക്കും? 15 ഇമോഷണൽ പേഴ്സണാലിറ്റി ട്രേറ്റ്സ് ആണ് അതിൽ നോക്കുന്നത്. കുട്ടികൾ എളുപ്പത്തിൽ നോക്കുന്നത് എന്താണ്? അഡാപ്റ്റബിലിറ്റി, മാറ്റങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ, അതുപോലെ മറ്റുള്ളവരുടെ മനസ്സ് അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ, ഇല്ല എന്ന് പറയാൻ ധൈര്യമുണ്ടോ, എല്ലാം നല്ലതാകുമെന്ന വിശ്വാസമുള്ള ആളാണോ, നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാറുണ്ടോ, ദേഷ്യം സങ്കടം കൺട്രോൾ ചെയ്യുന്ന ആളാണോ, പ്രഷർ ഹാൻഡിൽ ചെയ്യാൻ കഴിവുള്ള ആളാണോ, നമ്മൾ വിലമതിക്കുന്നുണ്ടോ, ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കാണുന്നുണ്ടോ, ബന്ധങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ.
ഇതൊക്കെയാണ് ട്രേറ്റ് ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. ട്രേറ്റ് അസസ്മെൻറ്റിലെ പ്രധാനപ്പെട്ടത് എന്താണ്? IQ ടെസ്റ്റ് പോലെ മാർക്കല്ല, പാസും ഫെയിലും ഒന്നുമില്ല. ഇതിൻ്റെ റിസൾട്ടാണ് നോക്കുക. നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഏരിയ ഏതാണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടതെന്ന് നമ്മൾ ലാബിൽ ചെയ്യൊന്നുമില്ല. സെൽഫ് അവെയർനെസ് ആണ് ഇതിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ 2 പേർക്കും ഒരേ സ്ട്രെസ് ആണെങ്കിൽ പേഴ്സൺ എ എനിക്ക് സ്ട്രെസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ആൾ പാനിക് ആയിരിക്കും. പേഴ്സൺ ബി എനിക്ക് സ്ലോ ആയാലും മാനേജ് ചെയ്യാം എന്നുള്ള ആളാണെങ്കിൽ ആൾ കാം ആയിരിക്കും. അപ്പോൾ എബിലിറ്റി ഒരേപോലെ ആയേക്കാം, പക്ഷേ ട്രേറ്റ് ഇമോഷണൽ ഇൻ്റലിജൻസ് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ട്രേറ്റ് മോഡൽ അസസ്മെൻറ്റ് നമ്മളോട് ചോദിക്കുന്നത് നീ ഇമോഷണലായി നിന്നെ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇമോഷണൽ ഇൻ്റലിജൻസ് ഒരിക്കലും ഫിക്സഡ് അല്ല, പേഴ്സണാലിറ്റി ഫ്ലെക്സിബിൾ ആണ്. അപ്പോൾ അവെയർനെസ്സും പ്രാക്ടീസും കൊണ്ട് ഇമോഷണൽ ഇൻ്റലിജൻസ് നമുക്ക് വളർത്തിയെടുക്കാം. ക്ലിയർ ആണോ? അപ്പോൾ ഇനി നമ്മൾ നോക്കുന്നത് മിക്സ്ഡ് മോഡൽസ് ഓഫ് ഇമോഷണൽ ഇൻ്റലിജൻസ് ആണ്. ബാർ 1 മോഡൽ പ്ലസ് ഗോൾമാൻസ് പെർഫോമൻസ് മോഡൽ. അതായത് ഇതുവരെ നമ്മൾ നോക്കിയത് എബിലിറ്റി മോഡൽ, അതായത് ഇമോഷണൽ ഇൻ്റലിജൻസിൽ ഒരു സ്കില്ലാണെന്ന് പറഞ്ഞു. ട്രേറ്റ് മോഡൽ പറഞ്ഞാൽ ഇമോഷണൽ ഇൻ്റലിജൻസ് ഒരു പേഴ്സണാലിറ്റി ആണെന്ന് പറഞ്ഞു. മിക്സ്ഡ് മോഡൽ പറയുന്നത് എന്താണ്? ഇമോഷണൽ ഇൻ്റലിജൻസ് ഈസ് എ മിക്സ് ഓഫ് സ്കിൽസ് ആൻഡ് പേഴ്സണാലിറ്റി ട്രേറ്റ്സ്. അതായത് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, അതാണ് നമ്മുടെ സ്കില്ല്. നാം എങ്ങനെയുള്ള ആളാണ്, അതാണ് നമ്മുടെ ക്യാരക്ടർ, പേഴ്സണാലിറ്റി. ഇത് രണ്ടും ചേർന്നതാണ് ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഡാനിയൽ ഗോൾമാൻ പറഞ്ഞൊരു very പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇമോഷണൽ ഇൻ്റലിജൻസ് ഈസ് എ ക്യാരക്ടർ. അതായത് ഇമോഷണൽ ഇൻ്റലിജൻസ് എന്നത് നമ്മൾ എങ്ങനെ ഒരു മനുഷ്യനാണെന്നതിനെ കുറിച്ചാണ്. മാർക്ക്, റാങ്ക്, ഡിഗ്രി അതൊന്നുമല്ല. മിക്സ്ഡ് മോഡലിൽ വരുന്ന 2 പ്രധാന മോഡലാണ്. ഒന്ന് ബാറോൺ മോഡൽ ഓഫ് ഇമോഷണൽ ഇൻ്റലിജൻസും ഗോൾമാൻസ് പെർഫോമൻസ് മോഡൽ ഓഫ് ഇമോഷണൽ ഇൻ്റലിജൻസും. ബാറോൺ മോഡൽ ഓഫ് ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? IQ പോലെ ഇമോഷണൽ ഇൻ്റലിജൻസിലുള്ള മെഷറാണ് EQ എന്ന് പറയുന്നത്. ഇമോഷണൽ കോഷ്യൻ്റ് എന്ന് പറയും. ബാറോൺ ആണ് EQ എന്ന ടേം ആദ്യമായിട്ട് ഉപയോഗിച്ചത്. എന്താണ് EQ, എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തത്? ഇമോഷണൽ ഇൻ്റലിജൻസ് ഇസ് എ സെറ്റ് ഓഫ് നോൺ കോഗ്നേറ്റീവ് എബിലിറ്റീസ് ദാറ്റ് ഹെൽപ്സ് അപ്പ് ആൻഡ് കോപ്പ് വിത്ത് ലൈഫ്. അതായത് ലൈഫിൽ വരുന്ന സ്ട്രെസ്സ്, പ്രഷർ, പ്രോബ്ലം, ഫെയിലിയേഴ്സ് ഇതൊക്കെ ഹാൻഡിൽ ചെയ്യാൻ സഹായിക്കുന്ന കഴിവുകളാണ് ഇമോഷണൽ ഇൻ്റലിജൻസ്. അപ്പോൾ ബാറോൺ മോഡൽ പറയുന്നത് 5 ഡൊമൈൻസ് ഓഫ് ബാറോൺ മോഡലാണ്. അതായത് ഒന്ന് ഇൻട്രാപേഴ്സണൽ സ്കിൽസ്, സ്വന്തം മനസ്സ് കൈകാര്യം ചെയ്യാനുള്ളത്, എനിക്കുള്ളിൽ എന്താണ് നടക്കുന്നതെന്ന ബോധം. ഇമോഷണൽ സെൽഫ് അവെയർനെസ്, ഇപ്പം എനിക്ക് ദേഷ്യമാണോ സങ്കടമാണോ. അസേർട്ടീവ്നെസ്, ഷൗട്ട് ചെയ്യാതെ പാസീവ് ആകാതെ ഫീലിംഗ് തുറന്ന് പറയുക. സെൽഫ് റിഗാർഡ്, നമ്മളായിട്ട് അക്സെപ്റ്റ് ചെയ്യുക, എനിക്ക് വിലയുണ്ടെന്ന ഫീലിംഗ്. സെൽഫ് ആക്ച്വലൈസേഷൻ, നമ്മളൊരു ഗോൾ വെച്ച് ലൈഫിൽ വളരാൻ ശ്രമിക്കുക. ഇൻഡിപെൻഡൻസ് പറഞ്ഞാൽ ഇമോഷണലി മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാതെ നിൽക്കുക. രണ്ടാമത്തത് ഇൻ്റർപേഴ്സണൽ സ്കിൽ, മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധം. ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്, നല്ല ബന്ധങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക. സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, സൊസൈറ്റിയുടെ ഭാഗമാണെന്ന ഫീലിംഗ്, റെസ്പോൺസിബിലിറ്റി എടുക്കുക. എമ്പതി എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ ഫീലിംഗ് മനസ്സിലാക്കുക. മൂന്നാമത്തത് അഡാപ്റ്റബിലിറ്റി, മാറ്റങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ, പ്രോബ്ലം സോൾവ് ചെയ്യാൻ, പ്രശ്നം വന്ന സൊല്യൂഷൻ കണ്ടുപിടിക്കാനും. റിയാലിറ്റി ടെസ്റ്റിംഗ്, ഇമാജിനേഷൻ അല്ലാതെ ഫാക്റ്റ് നോക്കി തീരുമാനങ്ങൾ എടുക്കാനും. ഫ്ലെക്സിബിലിറ്റി, ചേഞ്ചിനെ അംഗീകരിക്കപ്പെടാനും ഉള്ളത്. പിന്നത്തത് സ്ട്രെസ് മാനേജ്മെൻ്റ് ആണ്. സ്ട്രെസ് ടോളറൻസ് പറഞ്ഞാൽ പ്രഷറിൽ തളരാതിരിക്കുക, എന്തെങ്കിലും പ്രഷർ ഉണ്ടെങ്കിൽ തളർന്നു പോകാതെ. ഇമ്പൾസ് കൺട്രോൾ, ചിന്തിക്കാതെ തന്നെ അതിനെക്കുറിച്ച് ആക്ട് ചെയ്തത് ആങ്കർ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ജനറൽ മോഡൽ, അതായത് ഹാപ്പിനെസ്, ലൈഫ് എൻജോയ് ചെയ്യുക, ഒപ്റ്റിമിസം, എല്ലാം ശരിയാകുമെന്നുള്ള വിശ്വാസം. ബാറോൺ അസസ്മെൻറ്റ് ടൂൾ ഏതൊക്കെയാണ്? ഇമോഷണൽ കോഷ്യൻ്റ് ഇൻവെൻ്ററി എന്ന് പറയും, EQI. അതായത് 133 ക്വസ്റ്റ്യൻസ് ആണ്. സെൽഫ് റിപ്പോർട്ട് ക്വസ്റ്റ്യനെയർ ആണ്. 17 വയസ്സിന് മുകളിലുള്ളവർക്കാണ് ഇത് ചെയ്യുക. അരമണിക്കൂറോളം എടുക്കും. ലോ സ്കോർ ആണെങ്കിൽ കോപ്പിംഗ് പ്രോബ്ലം ഉണ്ടെന്നാണ്. ഗുഡ് സ്കോർ ആണെങ്കിൽ ഇമോഷണൽ ആൻഡ് സോഷ്യൽ സ്ട്രെങ്ത് ഉള്ള ആളാണെന്നാണ്. ഇതിൻ്റെ അപ്ഡേറ്റഡ് വേർഷനാണ് EQI2 0.0, 360 ഡിഗ്രി ഫീഡ്ബാക്ക് ഒക്കെ. EQIV ചിൽഡ്രൻ 7 മുതൽ 17 വയസ്സ് വരെയുള്ള കുട്ടികളിലാണ് എടുക്കുക. രണ്ടാമത്തതാണ് ഗോൾമാൻസ് പെർഫോമൻസ് മോഡൽ ഓഫ് EI ബൈ ഡാനിയൽ ഗോൾമാൻ. ഇതെന്താ പറയണേ? ഇമോഷണൽ ഇൻ്റലിജൻസ് മെയിൻലി അബൌട്ട് പെർഫോമൻസ് അറ്റ് വർക്ക് എന്നാണ് പറയുന്നത്. അതായത് എസ്പെഷ്യലി ലീഡർഷിപ്പിനും ടീം വർക്കിനും കരിയർ സക്സസിനുമാണ് ഇത് നോക്കുന്നത്. 4 ക്വാഡ്രൻസ് ഓഫ് ഗോൾമാൻസ് മോഡലാണുള്ളത്. ഒന്ന് സെൽഫ് അവെയർനെസ്, സ്വന്തം ഫീലിങ്സ്, സ്ട്രെങ്ത്, ലിമിറ്റ്സ് മനസ്സിലാക്കുക. ഇമോഷണൽ അവെയർനെസ്സും അക്യൂറേറ്റ് സെൽഫ് അസസ്മെൻറ്റും സെൽഫ് കോൺഫിഡൻസുമാണ്. സെൽഫ് അവെയർനെസ് എന്ന് പറഞ്ഞാൽ സെൽഫ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ സ്വന്തം ഇമോഷൻസും ബിഹേവിയറും കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. ഇമോഷണൽ സെൽഫ് കൺട്രോളും ട്രാൻസ്പെറൻസിയും അഡാപ്റ്റബിലിറ്റി,
ഇനീഷ്യേറ്റീവ്, ഒപ്റ്റിമിസം, ഇതൊക്കെ സെൽഫ് മാനേജ്മെൻ്റ് ആണ്. സോഷ്യൽ അവെയർനെസ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ ഫീലിങ്ങും ആവശ്യങ്ങളും മനസ്സിലാക്കുക. എമ്പതി, ഓർഗനൈസേഷൻ അവെയർനെസ്, സർവീസ് ഓറിയൻറ്റേഷനൊക്കെ. റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ റിലേഷൻഷിപ്പ് ഹാൻഡിൽ ചെയ്യുക, മറ്റുള്ളവരെ ഡെവലപ്പിംഗ് അതേഴ്സ്, ഇൻസ്പിറേഷണൽ ലീഡർഷിപ്പ്, ഇൻഫ്ലുവൻസ്, കോൺഫ്ലിക്റ്റ് മാനേജ്മെൻറ്റ്, ടീം വർക്കും കൊളാബറേഷനും. അപ്പോൾ അവെയർനെസ് മാത്രം മതിയില്ല, കോമ്പറ്റൻസീസ് പഠിച്ച് പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ കോമ്പറ്റൻസീസ് ആർ ലേൺഡ് ആണ്, അല്ലാതെ ഓട്ടോമാറ്റിക് അല്ല. പെർഫോമൻസ് മോഡൽ അസസ്മെൻറ്റ് ടൂൾ എന്ന് പറയുന്നത് എന്താണ്? ഇമോഷണൽ കോമ്പിറ്റൻസി ഇൻവെൻട്രി ആണ്. 2.0 ആണ്. 18 കോമ്പറ്റൻസീസ് ആണുള്ളത്. 360 ഡിഗ്രി ഫീഡ്ബാക്ക് ആണ്, അതായത് മൊത്തം ആളുകളുടെയും ഫീഡ്ബാക്ക് എടുത്തിട്ടാണ് നോക്കുക. ബിഹേവിയർ ബേസ്ഡ് ആണ് റേറ്റിംഗ് ഇടുക. റേറ്റിംഗ് സ്കെയിൽ എങ്ങനെ ആയിരിക്കും? നെവർ, റെയർലി, സംടൈംസ്, ഓഫ്റ്റൻ, കൺസ്റ്റൻ്റ്ലി, ഡോണ്ട് നോ, അങ്ങനെ ആയിരിക്കും. റിസൾട്ട് നമ്മുടെ വർക്ക് പ്ലേസ് ബിഹേവിയറിനെ ബേസ് ചെയ്തിട്ടുള്ള കമ്പറ്റൻസി ലെവലായിരിക്കും. എന്തുകൊണ്ടാണ് ഗോൾഡ്മാൻ മോഡൽ സ്പെഷ്യലായത്? അത് ഫോക്കസ് ചെയ്യുന്നത് ലീഡർഷിപ്പിനെയും വർക്ക് പ്ലേസ് പെർഫോമൻസിനെയാണ്. അപ്പോൾ റിസർച്ച് കാണിക്കുന്നത് കരിയറിൽ മുകളിലേക്ക് പോകുമ്പോൾ ഇമോഷണൽ ഇൻ്റലിജൻസ് ഇമ്പോർട്ടൻസ് കൂടുമെന്നുള്ളതാണ്. അപ്പോൾ മിക്സ്ഡ് മോഡൽ നമ്മളെ പഠിപ്പിക്കുന്നത് ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ സ്കില്ലും പേഴ്സണാലിറ്റിയും കൂടിയാണെങ്കിൽ, ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ ലൈഫും കരിയർ സക്സസ്സും കൂടിയാണ്. രണ്ടും കൂടിയാണ്, രണ്ടിലും സക്സസ് ആണ്. അപ്പോൾ ബാറോൺ മോഡൽ എന്ന് പറഞ്ഞാൽ വെൽബീയിങ്ങും കോപ്പിങ്ങും ആണെങ്കിൽ, ഗോൾഡ്മാൻ മോഡൽ പെർഫോമൻസ് ലീഡർഷിപ്പുമാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇമോഷണൽ ഇൻ്റലിജൻസ് ഡിസൈഡ് ഹൗ വെൽ വി ലീവ്, വർക്ക് ആൻഡ് ലീഡ്. എങ്ങനെ നമ്മൾ ജീവിക്കുന്നു, എത്ര നന്നായിട്ട് നമ്മൾ ജീവിക്കുന്നു, എത്ര നന്നായിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നു, എത്ര നന്നായിട്ട് നമ്മൾ ഉയരുന്നു എന്നുള്ളത് ഇമോഷണൽ ഇൻ്റലിജൻസ് ആണ് ഡിസൈഡ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു യൂണിറ്റിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. ബാക്കിയുള്ള എല്ലാ ക്ലാസ്സുകളുടെയും നമ്മുടെ വീഡിയോ ക്ലാസ്സുകൾ നമുക്ക് ആപ്പിൽ അവൈലബിൾ ആണ്. ആപ്പ് എന്ന് പറഞ്ഞാൽ ടീച്ച്മെൻ്റ് ആപ്പിലാണ്. വാട്സപ്പ് സപ്പോർട്ട് ഉണ്ട്, 24 hours നിങ്ങൾക്ക് സപ്പോർട്ട് ഉണ്ട്. അസൈൻമെൻറ്റിനാവട്ടെ, നിങ്ങളുടെ എക്സാം ഏത് വർഷം നിങ്ങൾ എഴുതട്ടെ, നിങ്ങളുടെ ഡിഗ്രി അവസാനിക്കുന്നത് വരെ നിങ്ങളെടുത്ത കോഴ്സിനുള്ള സപ്പോർട്ട് നമ്മൾ പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അതിന് ഈ ഒരു വർഷം കഴിഞ്ഞാൽ അടുത്ത വർഷം കിട്ടില്ല എന്നൊന്നുമില്ല. ഈ വർഷവും അടുത്ത വർഷവും നിങ്ങളുടെ ലൈഫ് ടൈം ഗ്യാരണ്ടിയാണ്. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഇഗ്നോയെ സംബന്ധിച്ചോ അല്ലെങ്കിൽ നമ്മുടെ കോഴ്സുകളെ സംബന്ധിച്ചോ നമ്മുടെ പ്രോഗ്രാമിനെ സംബന്ധിച്ചോ ഡൗട്ടോ അല്ലെങ്കിൽ ക്ലാരിഫിക്കേഷനോ എന്തെങ്കിലും വേണമെങ്കിൽ വാട്സപ്പിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ താങ്ക് യു. നമുക്ക് വീണ്ടും കാണാം.